ഇത്തവണ ശരിക്കും ഓണം ലാലോണം എന്ന് തന്നെ വിളിക്കേണ്ടി വരും. കാരണം എല്ലായിടത്തും മോഹൻലാൽ തന്നെയാണ് ഓണത്തിന് എത്താൻ പോകുന്നത്. തിയേറ്ററിലാകട്ടെ വീട്ടിലാകട്ടെ മറ്റെല്ലാ പ്രോഗ്രാമുകളിലും മോഹൻലാൽ ദർശനം നമുക്ക് കാണാൻ കഴിയും. ഈ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഓരോ ട്രാക്കർമാരും ചില അപ്ഡേറ്റുകൾ പങ്കുവച്ചത് ഇന്നേ ദിവസം. കാരണം മോഹൻലാലിന്റെ വരവ് വലിയ രീതിയിൽ ആഘോഷിക്കാൻ പോവുകയാണ് ഈ വർഷം തന്നെ മോഹൻലാൽ ഗംഭീര ഹിറ്റുകൾ നൽകി വിജയക്കൊടി പാറിച്ച് നിൽക്കുന്ന സമയത്താണ് റിയൽ ലാലോണം ഈ വർഷം നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ എത്തിയത്. കാരണം മോഹൻലാലിന്റെ ഗംഭീര വരവ് എല്ലായിടത്തുമുണ്ട്. മോഹൻലാൽ ഈ വർഷം ഓണത്തിന് തിയേറ്ററിൽ എത്താൻ പോകുന്നത് ഹൃദയപൂർവ്വം എന്ന സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രവുമായിട്ടാണ്. 28 ഓഗസ്റ്റിന് ഓണം റിലീസായെത്തുന്ന ഹൃദയപൂർവ്വം മോഹൻലാലിന്റെ ഓണം സർപ്രൈസ്. ഈ വർഷത്തെ 3ാമത്തെ മോഹൻലാൽ റിലീസാണ് ഹൃദയപൂർവ്വം നമ്മുടെ മുന്നിലേക്ക് എത്തുന്നത്. അതിനൊപ്പം തന്നെ നമ്മൾ തിയേറ്ററിൽ ആഘോഷമാക്കിയ ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ ആക്കിയ എമ്പുരാൻ എന്ന സിനിമ ചിങ്ങം 1 ഓഗസ്റ്റ് 17 ഏഷ്യാനെറ്റിലൂടെ പ്രീമിയർ ചെയ്യാൻ പോവുകയാണ്. ബോളിവുഡിന്റെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ഗ്രോസിംഗ് സിനിമയാണ് എമ്പുരാൻ. L2 എമ്പുരാൻ വേൾഡ് ടെലിവിഷൻ പ്രീമിയറായി ഓഗസ്റ്റ് 17 ചിങ്ങം 1 5 PM ഏഷ്യാനെറ്റിലൂടെ സംപ്രേഷണം ചെയ്യാൻ പോവുകയാണ്. മോഹൻലാലിനെ വെച്ച് അവിടെയും ഓണാഘോഷം തുടങ്ങിയാണ്. എന്നാൽ ഏഷ്യാനെറ്റിന്റെ ഓണാഘോഷം അവിടങ്ങും തീരുന്നില്ല. ഇൻഡസ്ട്രി ഹിറ്റ് ചിത്രമായ തുടരും എന്ന ചിത്രത്തിന്റെ പ്രീമിയറും തിരുവോണ ദിനത്തിൽ ഏഷ്യാനെറ്റിൽ തന്നെയാണ് വരാൻ പോകുന്നത്, സെപ്റ്റംബർ 5. അങ്ങനെയും ഒരു ഗംഭീര സർപ്രൈസ് കൂടി ഏഷ്യാനെറ്റ് ഒരുക്കുന്നുണ്ട്. ഇതുകൂടാതെ ഭൂരിപക്ഷം പ്രേക്ഷകരും കാണുന്ന ചാനൽ ഏഷ്യാനെറ്റ് തന്നെയാണല്ലോ. അതിൽ തന്നെ ബിഗ് ബോസിന്റെ ഓണം വക മോഹൻലാൽ സർപ്രൈസുകൾ ധാരാളമുണ്ട്. ഇതൊക്കെ കൂടാതെ ദൃശ്യം 3 ഒരു അപ്ഡേറ്റ് കൂടി നമ്മുടെ മുന്നിലേക്ക് എത്താൻ പോകുന്നു എന്ന കാര്യം കൂടി. കാരണം ദൃശ്യം 3 എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണല്ലോ. അതും ഈ ഒരു സമയത്തായി നടക്കാൻ പോവുകയാണ്. എല്ലാം കൊണ്ടും ഗംഭീര ലാലോണം തന്നെയാണ് നടക്കാൻ പോകുന്നത്. അതിൽ തന്നെ ഏറ്റവും കാത്തിരിക്കുന്നത് ഹൃദയപൂർവ്വം എന്ന പുതിയ ചിത്രം തന്നെ. മറ്റേതൊക്കെ നമ്മൾ കണ്ട് ആസ്വദിച്ച് ആർമാദിച്ചതാണ്. എന്നാൽ ടിവിയിൽ വരുമ്പോൾ വീണ്ടും കാണാനുള്ള ആകാംക്ഷ കൂടുകയുള്ളൂ. കാരണം അന്ന് എല്ലാവരും വീട്ടിൽ കാണുമല്ലോ. ഇതൊക്കെ നിൽക്കുമ്പോഴും സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ടിൽ വരുന്ന ഈ ചിത്രം എന്താണെന്നറിയാനുള്ള കൗതുകം. അവരുടെ ഒന്നിക്കലിന് മുമ്പും പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച സിനിമകളാണ്. മലയാള സിനിമാ പ്രേക്ഷകർ, പ്രത്യേകിച്ച് കുടുംബ പ്രേക്ഷകർ എക്കാലവും നെഞ്ചിലേറ്റിയ വിജയരഹസ്യമാണ് സത്യനന്ദിക്കാട് മോഹൻലാൽ കൂട്ടുകെട്ട്. അടുത്തടുത്ത് അപ്പുണ്ണി, കളിയിലൽപ്പം കാര്യം, അധ്യായം 1 മുതൽ നാടോടിക്കാറ്റ് എന്നിങ്ങനെ നിരവധി സത്യൻ ചിത്രങ്ങളിൽ മോഹൻലാൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരുന്നു. ഈ കൂട്ടുകെട്ടിൽ പിറന്ന ഹിറ്റ് ചിത്രമായിരുന്നു TP ബാലഗോപാലൻ MA. ശ്രീനിവാസന്റെ തിരക്കഥയിൽ സത്യനന്ദിക്കാട് സംവിധാനം ചെയ്ത് 1986 പുറത്തിറങ്ങിയ ചിത്രമാണ് TP ബാലഗോപാലൻ MA എന്ന ചിത്രം. മോഹൻലാലിന് പുറമെ ശോഭന, ശ്രീനിവാസൻ, KPS ലളിത തുടങ്ങിയവർ പ്രധാന വേഷത്തിൽ എത്തിയിരുന്നു. ഇപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഒരു രസകരമായ അനുഭവം പങ്കുവയ്ക്കുന്ന സത്യനന്ദിക്കാടിന്റെ വാക്കുകളും വലിയ രീതിയിൽ വൈറലാണ്. ഈ ഹൃദയപൂർവ്വം ഇറങ്ങുന്ന അവസരത്തിൽ ഇതും ശ്രദ്ധിക്കപ്പെടുകയാണ്. ഈ സിനിമയുടെ റീ റെക്കോർഡിംഗ് നടക്കുന്ന സമയത്ത് ഞങ്ങൾ മദ്രാസിലാണ്. TP ബാലഗോപാലൻ MAയുടെ പ്രൊഡ്യൂസറിന്റെ പേര് TK ബാലചന്ദ്രൻ എന്നായിരുന്നു. അപ്പോൾ സ്ക്രീനിൽ ടൈറ്റിൽ കാണിക്കുമ്പോൾ മ്യൂസിക് കൊടുക്കണമല്ലോ. അവിടെ ഓർക്കസ്ട്ര ടീം, വയലിൻ വായിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. തമിഴന്മാരാണ് അധികവും. സത്യനന്ദിക്കാട് പറയുന്നു, സിനിമയുടെ ഫസ്റ്റ് റീൽ കൊടുത്തതിന് ശേഷം ഒരു മ്യൂസീഷ്യൻ ഓടി വന്ന് തന്റെ അടുത്ത് സിനിമയുടെ ടൈറ്റിൽ രണ്ടാമത് ചെയ്യണം, പടത്തിന്റെ പേര് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പേര് കാണുന്നില്ല, അത് മിസ്സായിട്ടുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഞാൻ പറഞ്ഞു പടത്തിന്റെ പേരുണ്ടല്ലോ എന്ന്. അങ്ങനെ പോയി നോക്കുമ്പോൾ TP ബാലചന്ദ്രൻ പ്രസൻസ് TP ബാലഗോപാലൻ MA എന്നാണ് കാണുന്നത്. ഇങ്ങനെ കണ്ടപ്പോൾ സിനിമയുടെ പേരാണെന്ന് ഇതെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകുന്നില്ല. ലാൽ ഒട്ടിച്ച മീശയുമായി അഭിനയിക്കുന്ന അപൂർവം പടങ്ങളിൽ ഒന്നാണത്. പക്ഷേ ലാലിന് ആദ്യത്തെ സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ സിനിമയായിരുന്നു. TP ബാലഗോപാലൻ MA എന്നും സത്യനന്ദിക്കാട് പറയുന്ന രസകരമായ ആ കാര്യങ്ങൾ വൈറലാകുകയാണ്. ഇത്തവണ അവാർഡ് കിട്ടുമോ എന്നറിയില്ല. പക്ഷേ സത്യനന്ദിക്കാട് മോഹൻലാലും ഒന്നിക്കുന്ന സിനിമയിൽ വ്യത്യസ്തമായൊരു മോഹൻലാൽ തന്നെയാണ് എത്താൻ പോകുന്നത്. ഒരു ബൈപ്പാസ് സർജറി കഴിഞ്ഞ വ്യക്തിയായി മോഹൻലാൽ എത്തുമ്പോൾ ഇതിലും കാണുമല്ലോ മോഹൻലാലിന്റെ അഭിനയ മുഹൂർത്തങ്ങൾ. അങ്ങനെയും ചില കാര്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ഒന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ അവാർഡ് വരെ മോഹൻലാൽ ഈ ചിത്രത്തിലൂടെ നേടാനും സാധിച്ചേക്കും എന്ന് വേണം ഇപ്പോൾ പറയാനും. കാരണം അങ്ങനെ ചില ഗംഭീര അഭിനയ മുഹൂർത്തങ്ങൾ മോഹൻലാൽ ഈ ചിത്രത്തിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള ഒരു മോഹൻലാലിനെ മിസ് ചെയ്യുന്നു എന്നാണ് സത്യനന്ദിക്കാട് പോലും പറഞ്ഞത്. ഒരു സാധാരണക്കാരനായ മോഹൻലാലിനെ കൊണ്ടുവരാൻ അദ്ദേഹം ഒരുങ്ങുകയായിരുന്നു ഈ ചിത്രത്തിലൂടെ. അങ്ങനെ ചില കൗതുകങ്ങൾ കാണാൻ പ്രേക്ഷകർ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ഈ ഓണത്തിന്.